നാളെ എന്താകുമെന്ന് നമ്മളിൽ ആർക്കെങ്കിലും കൃത്യമായി പ്രവചിക്കാൻ കഴിയുമോ? ഇന്നത്തെ നമ്മുടെ സന്തോഷങ്ങളും ഇന്നത്തെ നമ്മുടെ മികച്ച വരുമാനവും നാളെയും ഇതേപോലെ തന്നെ യാതൊരു കോട്ടവും തട്ടാതെ നമ്മുടെ കൂടെയുണ്ടാകുമെന്ന് എന്താണ് ഉറപ്പ്? ഈ ചോദ്യം കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും ഇതൊരു നെഗറ്റീവ് ചിന്തയായി അല്ലെങ്കിൽ അനാവശ്യ ഭയപ്പെടുത്തലായി തോന്നിയേക്കാം. എന്നാൽ ഇതൊരിക്കലും ഒരു നെഗറ്റീവ് ചിന്തയല്ല, മറിച്ച് നമ്മളെല്ലാവരും ഉൾക്കൊള്ളേണ്ട പച്ചയായ യാഥാർത്ഥ്യമാണ്. നമ്മൾ ജീവിക്കുന്നത് വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ്. ഇന്നലെ വരെ മികച്ച ശമ്പളത്തിൽ ജോലി ചെയ്തിരുന്ന പലർക്കും ഒറ്റ രാത്രി കൊണ്ട് ജോലി നഷ്ടപ്പെടുന്ന വാർത്തകൾ നമ്മൾ നിരന്തരം കേൾക്കുന്നുണ്ട്. അപ്രതീക്ഷിതമായ ആരോഗ്യ പ്രശ്നങ്ങൾ, ആഗോള സാമ്പത്തിക മാന്ദ്യങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയെല്ലാം ഏതു നിമിഷവും ആരുടെ ജീവിതത്തിലേക്ക് വേണമെങ്കിലും കടന്നുവരാം. ഇത്തരം അപ്രതീക്ഷിതമായ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മെ സഹായിക്കാൻ യഥാർത്ഥത്തിൽ ആരാണുണ്ടാവുക? ബന്ധുക്കളും സുഹൃത്തുക്കളും ഒരുപക്ഷെ സഹായിച്ചേക്കാം. എന്നാൽ എല്ലാ കാലത്തും എല്ലാവർക്കും നമ്മളെ സാമ്പത്തികമായി സഹായിക്കാൻ കഴിഞ്ഞെന്നു വരില്ല. ഓരോരുത്തർക്കും അവരുടേതായ ബാധ്യതകൾ ഉണ്ടാകും. അവിടെയാണ് നമ്മുടെ സ്വന്തം സമ്പാദ്യത്തിന്റെ വില നാം ശരിക്കും തിരിച്ചറിയുന്നത്. സമ്പത്ത് സൂക്ഷിച്ചു വെക്കുക, ആപത്തുകാലത്ത് സഹായിക്കാൻ സമ്പത്ത് കൂടെയുണ്ടാകണം, അമിതമായ ധൂർത്ത് ഒഴിവാക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ആഴത്തിൽ സംസാരിക്കുന്നത്. പണ്ടുള്ളവർ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്, കിട്ടുന്നതിൽ ഒരു പങ്ക് എപ്പോഴും മാറ്റിവെക്കണമെന്ന്. എന്നാൽ ഇന്നത്തെ തലമുറ ഇതിനെ എത്രത്തോളം ഗൗരവമായി കാണുന്നുണ്ട് എന്നത് വളരെ പ്രാധാന്യത്തോടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കിട്ടുന്നതെല്ലാം അപ്പപ്പോൾ തന്നെ ചിലവാക്കി തീർക്കുന്ന, അല്ലെങ്കിൽ നാളത്തെ വരുമാനം മുൻകൂട്ടി കണ്ട് ഇന്ന് തന്നെ കടം വാങ്ങി ചിലവാക്കുന്ന ഒരു പ്രവണത ഇന്ന് വളരെ കൂടുതലായി കണ്ടുവരുന്നുണ്ട്. എന്താണ് അമിതമായ ധൂർത്ത്? നമ്മുടെ യഥാർത്ഥ ആവശ്യങ്ങളും കേവലമായ ആഗ്രഹങ്ങളും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ കഴിയാത്തതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. എനിക്ക് ജീവിക്കാൻ ഇത് വേണം എന്ന ആവശ്യവും എനിക്ക് ഇത് കൂടിയുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ ആളാകാം എന്ന ആഗ്രഹവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയുടെ സ്വാധീനം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ വലുതാണ്. മറ്റുള്ളവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ തങ്ങളുടെ സ്റ്റാറ്റസ് കാണിക്കാൻ വേണ്ടി മാത്രം പല വില കൂടിയ സാധനങ്ങളും നമ്മൾ വാങ്ങിക്കൂട്ടാറുണ്ട്. ഓരോ വർഷവും ഇറങ്ങുന്ന പുതിയ മോഡൽ വില കൂടിയ മൊബൈൽ ഫോണുകൾ, ബ്രാൻഡഡ് വസ്ത്രങ്ങൾ, ആഡംബര വാഹനങ്ങൾ എന്നിവയെല്ലാം പലപ്പോഴും നമ്മുടെ യഥാർത്ഥ ആവശ്യങ്ങളെക്കാൾ ഉപരി സമൂഹത്തിൽ ഒരു സ്ഥാനം കാണിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളിൽ പലരും സ്വന്തമാക്കുന്നത്. ഇതിനായി പലരും വലിയ കടക്കെണിയിലേക്കാണ് സ്വയം നടന്നു കയറിക്കൊണ്ടിരിക്കുന്നത്. ക്രെഡിറ്റ് കാർഡുകളും പലവിധത്തിലുള്ള EMI ഓപ്ഷനുകളും ഇന്ന് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ കയ്യിൽ കാശില്ലെങ്കിലും നിലവിൽ എന്തും വാങ്ങാം എന്നൊരവസ്ഥയാണ്. എന്നാൽ ഈ കടങ്ങൾ പലിശ സഹിതം തിരിച്ചടക്കേണ്ടത് നമ്മുടെ തന്നെ ഭാവിയിലെ അധ്വാനത്തിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്നാണ് എന്ന് നമ്മൾ പലപ്പോഴും സൗകര്യപൂർവ്വം മറന്നുപോകുന്നു. ഈ വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതിന് മുൻപായി ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. സാമ്പത്തിക അച്ചടക്കമില്ലായ്മ എങ്ങനെയാണ് ജീവിതത്തെ ബാധിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ചുറ്റുമുള്ള ചില ഉദാഹരണങ്ങൾ തന്നെ നോക്കാം. ഒരേ സാഹചര്യത്തിൽ ജോലി ചെയ്യുന്ന 2 പേരെ സങ്കൽപ്പിക്കുക. അതിൽ ഒരാൾ തന്റെ ശമ്പളത്തിന്റെ ഒരു ഭാഗം കൃത്യമായി മാസാമാസം സമ്പാദിക്കുന്നു. അനാവശ്യ ചിലവുകളെല്ലാം അവൻ ഒഴിവാക്കി ഭാവിയിലേക്ക് വേണ്ടി ചെറിയ രീതിയിൽ നിക്ഷേപങ്ങൾ ആരംഭിച്ചു. എന്നാൽ രണ്ടാമത്തെയാളുടെ രീതി തികച്ചും വ്യത്യസ്തമായിരുന്നു. കിട്ടുന്ന ശമ്പളം മുഴുവൻ അവൻ ആഡംബര ജീവിതത്തിനായി അപ്പോൾ തന്നെ ചിലവാക്കി. പുതിയ ഗാഡ്ജറ്റുകൾ, വാരാന്ത്യങ്ങളിലെ ചിലവേറിയ പാർട്ടികൾ, വില കൂടിയ യാത്രകൾ എന്നിവയിലായിരുന്നു അവന്റെ മുഴുവൻ ശ്രദ്ധയും. സമ്പാദ്യത്തെക്കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ അവൻ പറയും, ജീവിതം ഒന്നേയുള്ളൂ, അത് നാളത്തേക്ക് മാറ്റിവെക്കാതെ ഇന്ന് തന്നെ ആഘോഷിക്കാനുള്ളതാണ് എന്ന്. വർഷങ്ങൾ കടന്നുപോയി. പെട്ടെന്നൊരു ദിവസം കമ്പനി നേരിട്ട ഒരു സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാഗമായി അവർക്ക് 2 പേർക്കും ഒരേ സമയം ജോലി നഷ്ടപ്പെട്ടു. പെട്ടെന്ന് വരുമാനം നിന്നപ്പോൾ രണ്ടാമത്തെയാൾ അക്ഷരാർത്ഥത്തിൽ തകർന്നുപോയി. അവന്റെ കയ്യിൽ യാതൊരുവിധ സമ്പാദ്യവും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, അവൻ എടുത്തിരുന്ന പല സാധനങ്ങളുടെയും EMI അടവുകൾ മുടങ്ങാൻ തുടങ്ങി. പുതിയൊരു ജോലി കണ്ടെത്തുന്നതുവരെ ദൈനംദിന ചിലവുകൾക്ക് പോലും അവൻ മറ്റുള്ളവരോട് കടം വാങ്ങേണ്ട ഗതികേടിലായി. എന്നാൽ കൃത്യമായി സമ്പാദിച്ചിരുന്ന ഒന്നാമത്തെ ആളുടെ അവസ്ഥ ഇതല്ലായിരുന്നു. അവന് കൃത്യമായ ഒരു എമർജൻസി ഫണ്ട് ഉണ്ടായിരുന്നു. പുതിയൊരു ജോലി കിട്ടുന്നതുവരെയുള്ള മാസങ്ങളിൽ അവന് യാതൊരു സാമ്പത്തിക ബുദ്ധിമുട്ടും നേരിടേണ്ടി വന്നില്ല. അവൻ യാതൊരു മാനസിക സമ്മർദ്ദവും ഇല്ലാതെ പുതിയ അവസരങ്ങൾക്കായി കാത്തിരുന്നു. ഈ സാഹചര്യം നമ്മെ പഠിപ്പിക്കുന്നത് വളരെ വലിയൊരു പാഠമാണ്. നമ്മുടെ സമ്പാദ്യമാണ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്ത്. ആപത്തുകാലത്ത് സഹായിക്കാൻ സമ്പത്ത് കൂടെ ഉണ്ടാകണം എന്ന് പറയുന്നത് വെറുതെയല്ല. ഒരു എമർജൻസി ഫണ്ട് അല്ലെങ്കിൽ അടിയന്തര ആവശ്യങ്ങൾക്കുള്ള പണം എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. നമ്മുടെ പ്രതിമാസ ചിലവുകളുടെ ചുരുങ്ങിയത് 6 മാസത്തേക്കുള്ള തുകയെങ്കിലും ഇങ്ങനെ നമ്മൾ മാറ്റിവെക്കേണ്ടതുണ്ട്. പെട്ടെന്നൊരു അസുഖം വന്നാലോ, ജോലി പോയാലോ, അല്ലെങ്കിൽ വീടിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാലോ നമ്മൾ പതറിപ്പോകാതിരിക്കാൻ ഈ തുക നമ്മെ സഹായിക്കും. പലപ്പോഴും ഇത്തരം അടിയന്തര സാഹചര്യങ്ങളിൽ
കഴുത്തറപ്പൻ പലിശക്കാർക്ക് മുന്നിലോ ബാങ്കുകൾക്ക് മുന്നിലോ കൈ നീട്ടേണ്ടി വരുന്നത് വലിയൊരു മാനസിക ബുദ്ധിമുട്ടാണ് ഏവർക്കും ഉണ്ടാക്കുന്നത്. നമ്മുടെ സ്വന്തം അധ്വാനത്തിൽ നിന്നുള്ള ചെറിയൊരു തുക കൃത്യമായി മാറ്റിവെച്ചിരുന്നെങ്കിൽ ഈ ബുദ്ധിമുട്ടുകൾ എല്ലാം നമുക്ക് വളരെ എളുപ്പത്തിൽ ഒഴിവാക്കാമായിരുന്നു. നമ്മുടെ ചിലവാക്കൽ രീതികളെക്കുറിച്ച് നാം തന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. ഒരു സാധനം വാങ്ങുന്നതിന് മുൻപ് ഇതെനിക്ക് ശരിക്കും ആവശ്യമുള്ളതാണോ എന്ന് ഒരു നിമിഷം ശാന്തമായി ചിന്തിക്കുക. പലപ്പോഴും നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നത് നമ്മുടെ വ്യക്തിപരമായ സന്തോഷത്തിനു വേണ്ടിയല്ല, മറിച്ച് മറ്റുള്ളവരെ കാണിക്കാനും അവരെ ബോധിപ്പിക്കാനും വേണ്ടിയാണ്. ഈ ഒരു ചിന്താഗതി നമ്മൾ പൂർണ്ണമായും മാറ്റേണ്ടതുണ്ട്. സമ്പത്ത് എന്നത് വെറുതെ കടലാസ് പണം മാത്രമല്ല, അത് നമ്മുടെ വിലപ്പെട്ട സമയമാണ്, നമ്മുടെ കഠിനാധ്വാനമാണ്. ഒരു നിശ്ചിത തുക സമ്പാദിക്കാൻ നമ്മൾ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് നമുക്കെല്ലാവർക്കും വ്യക്തമായി അറിയാം. ആ കഷ്ടപ്പാടിന് യാതൊരു വിലയും കൽപ്പിക്കാതെയാണ് നമ്മൾ അനാവശ്യമായി പണം ചിലവാക്കി തീർക്കുന്നത്. മാർക്കറ്റിൽ ഒരു പുതിയ സാധനം കാണുമ്പോൾ അത് വാങ്ങാനുള്ള ഒരു പ്രലോഭനം സ്വാഭാവികമാണ്. എന്നാൽ അത് വാങ്ങി വെറും കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ആ സാധനത്തോടുള്ള നമ്മുടെ താൽപര്യം പൂർണ്ണമായും കുറയും. ഇതിനെയാണ് സാമ്പത്തിക വിദഗ്ധർ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുന്നത്. അതായത് വരുമാനം കൂടുമ്പോൾ അതിനനുസരിച്ച് ചിലവുകളും കൂട്ടിക്കൊണ്ടേയിരിക്കുന്ന പ്രവണത. ഇത് ഒരിക്കലും അവസാനിക്കാത്ത ഒരു വിഷമവൃത്തമാണ്. ഇതിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ വളരെ കർശനമായ സാമ്പത്തിക അച്ചടക്കം ആവശ്യമാണ്. എങ്ങനെയാണ് നമുക്ക് സമ്പത്ത് കൃത്യമായി സൂക്ഷിച്ചുവെക്കാൻ സാധിക്കുക? ഇതിനായി വളരെ ലളിതമായ ചില കാര്യങ്ങൾ നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ പ്രായോഗികമായി പകർത്താം. അതിൽ ആദ്യത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ് ബഡ്ജറ്റിംഗ്. എല്ലാ മാസവും നമുക്ക് ലഭിക്കുന്ന വരുമാനവും നമ്മൾ ചെയ്യുന്ന ചിലവുകളും കൃത്യമായി ഒരു പുസ്തകത്തിലോ ഫോണിലോ എഴുതിവെക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പണം എവിടെയൊക്കെയാണ് അനാവശ്യമായി ചോർന്നുപോകുന്നത് എന്നും അനാവശ്യ ചിലവുകൾ ഏതെല്ലാമാണെന്നും നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. ലോകമെമ്പാടുമുള്ള സാമ്പത്തിക വിദഗ്ധർ പറയുന്ന വളരെ പ്രശസ്തമായ ഒരു റൂളുണ്ട്, 50-30-20 റൂൾ. അതായത് നമ്മുടെ ആകെ വരുമാനത്തിന്റെ 50% നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾക്കായി മാറ്റിവെക്കുക. വീട്ടുവാടക, ഭക്ഷണ ചിലവുകൾ, കുട്ടികളുടെ പഠനം, മരുന്ന്, വൈദ്യുതി ബിൽ തുടങ്ങിയവ ഈ 50% ഉൾപ്പെടുന്നു. വരുമാനത്തിന്റെ 30% നമ്മുടെ ആഗ്രഹങ്ങൾക്കായി മാറ്റിവെക്കാം. കുടുംബത്തോടൊപ്പം സിനിമ കാണാൻ പോകുന്നതിനോ യാത്രകൾക്കോ ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ വാങ്ങുന്നതിനോ ഈ തുക ഉപയോഗിക്കാം. എന്നാൽ ബാക്കി വരുന്ന 20% നിർബന്ധമായും നമ്മൾ ഭാവിയിലേക്ക് വേണ്ടി സമ്പാദിച്ചിരിക്കണം. ഈ 20% എന്നത് ആദ്യമൊക്കെ ഒരു ചെറിയ തുകയായി തോന്നാമെങ്കിലും കാലക്രമേണ ഇത് വലിയൊരു നിക്ഷേപമായി മാറും. കൂട്ടുപലിശയുടെ അഥവാ കോമ്പൗണ്ടിങ്ങിന്റെ ശക്തിയെക്കുറിച്ച് ലോകപ്രശസ്ത ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുള്ളത് അതൊരു ലോകത്തിലെ 8ാമത്തെ അത്ഭുതം എന്നാണ്. ചെറിയ തുകകൾ കൃത്യമായ രീതിയിൽ ദീർഘകാലത്തേക്ക് നിക്ഷേപിച്ചാൽ ഭാവിയിൽ വലിയൊരു സാമ്പത്തിക സുരക്ഷിതത്വം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. നമ്മുടെ സമൂഹത്തിൽ നിന്നുള്ള സമ്മർദ്ദം അഥവാ പിയർ പ്രഷർ നമ്മെ പലപ്പോഴും സാമ്പത്തികമായി വഴിതെറ്റിക്കാറുണ്ട്. സുഹൃത്തുക്കൾക്കെല്ലാം പുതിയ മോഡൽ കാറുണ്ടല്ലോ, പിന്നെ എനിക്ക് മാത്രം ഇല്ലാതിരിക്കുന്നത് എങ്ങനെയാണ് എന്ന ചിന്ത നമ്മെ വലിയൊരു ലോണിലേക്കും കടത്തിലേക്കും നയിക്കും. മറ്റുള്ളവരുടെ ജീവിതം കണ്ട് നമ്മുടെ ജീവിതം രൂപപ്പെടുത്താതിരിക്കുക. ഓരോരുത്തരുടെയും സാമ്പത്തിക ചുറ്റുപാടുകളും ബാധ്യതകളും വ്യത്യസ്തമാണ്. മറ്റൊരാളുടെ യഥാർത്ഥ ബാങ്ക് ബാലൻസ് എത്രയാണെന്നോ അവരുടെ കടങ്ങൾ എത്രയാണെന്നോ നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ പുറമേ കാണുന്ന അവരുടെ ചിലവാക്കൽ രീതികൾ കണ്ട് അനുകരിക്കുന്നത് വളരെ വലിയ അബദ്ധമാണ്. നമ്മുടെ യഥാർത്ഥ വരുമാനത്തിനനുസരിച്ചുള്ള ഒരു ജീവിത രീതി തിരഞ്ഞെടുക്കാൻ നമ്മൾ ശീലിക്കണം. ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പണ്ടുള്ളവർ പറയുന്നത് വളരെ വലിയൊരു സാമ്പത്തിക ശാസ്ത്രമാണ്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി കടം വാങ്ങി വലിയ രീതിയിൽ ആഘോഷിക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് സമാധാനമുള്ളതുകൊണ്ട് സന്തോഷിക്കുന്നതിലുണ്ട്. സമ്പത്ത് എന്നത് യഥാർത്ഥത്തിൽ നമുക്ക് നൽകുന്നത് സുരക്ഷിതത്വവും സ്വാതന്ത്ര്യവുമാണ്. സമ്പത്ത് നമ്മെ സ്വതന്ത്രരാക്കുന്നു എന്നതാണ് സത്യം. ജോലിസ്ഥലത്ത് നമുക്ക് വലിയ മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമ്പോൾ കയ്യിൽ കുറച്ച് സമ്പാദ്യവും അടിയന്തര ഫണ്ടുമുണ്ടെങ്കിൽ ആ ജോലി ഉപേക്ഷിച്ച് സമാധാനമുള്ള മറ്റൊരു ജോലി അന്വേഷിക്കാൻ നമുക്ക് ധൈര്യം ലഭിക്കും. എന്നാൽ കയ്യിൽ സമ്പാദ്യമില്ലാതെ മുഴുവൻ ബാധ്യതകളും EMI-കളുമാണെങ്കിൽ എത്ര ബുദ്ധിമുട്ടിയാലും ആ തൊഴിലിടത്തിൽ തന്നെ തുടരാൻ നമ്മൾ നിർബന്ധിതരാകും. നമ്മുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യത്തെയും ജീവിതത്തിലെ സമാധാനത്തെയുമാണ് അമിതമായ ചിലവുകൾ ഇല്ലാതാക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. പണമെല്ലാം അല്ല എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ ജീവിതത്തിലെ ഒട്ടുമിക്ക പ്രതിസന്ധികളെയും നേരിടാനും മറികടക്കാനും പണം അത്യാവശ്യമാണ്. ആപത്ത് ഏത് രൂപത്തിലാണ് വരുന്നതെന്ന് ആർക്കും മുൻകൂട്ടി പറയാൻ കഴിയില്ല. ചിലപ്പോൾ അതൊരു പുതിയ മഹാമാരിയുടെ രൂപത്തിലാകാം, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു അപകടത്തിന്റെ രൂപത്തിലാകാം. ആ സമയത്ത് നമ്മുടെ കൂടെ നിൽക്കാൻ മറ്റാരും ഉണ്ടായില്ലെങ്കിലും നമ്മൾ കഷ്ടപ്പെട്ട് മാറ്റിവെച്ച സമ്പാദ്യം നമ്മുടെ കൂടെയുണ്ടാകും. അത് നൽകുന്ന ഒരു ആത്മവിശ്വാസം വളരെ വലുതാണ്. നമ്മുടെ പഴയ തലമുറയെ ഒന്ന് നിരീക്ഷിച്ചു നോക്കൂ. അവർക്ക് ഇന്നത്തെ നമ്മളെപ്പോലെ വലിയ വരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അവർക്ക് കൃത്യമായ സമ്പാദ്യശീലമുണ്ടായിരുന്നു. അവർ സ്വർണമായും ഭൂമിയായുമൊക്കെ തങ്ങളുടെ ചെറിയ സമ്പാദ്യങ്ങൾ ശ്രദ്ധയോടെ സൂക്ഷിച്ചുവെച്ചു. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള വലിയ കാര്യങ്ങൾ അവർക്ക് കാര്യമായ ബുദ്ധിമുട്ടില്ലാതെ നടത്തിക്കൊണ്ടുപോകാൻ കഴിഞ്ഞത്.
എന്നാൽ ഇന്നത്തെ തലമുറ വരുമാനത്തിൽ വളരെ മുന്നിലാണെങ്കിലും സമ്പാദ്യത്തിന്റെ കാര്യത്തിൽ വളരെ പിന്നിലാണ്. ഒരു ക്രെഡിറ്റ് കാർഡ് ബിൽ അടക്കാൻ വേണ്ടി മറ്റൊരു ബാങ്കിൽ നിന്ന് വീണ്ടും പേഴ്സണൽ ലോൺ എടുക്കുന്ന ഒരു ഭയാനകമായ ദുരവസ്ഥയാണ് ഇന്ന് പല ചെറുപ്പക്കാർക്കുമുള്ളത്. ഇതെല്ലാം അമിതമായ ധൂർത്തിന്റെ അനന്തരഫലങ്ങൾ മാത്രമാണ്. ജീവിതത്തിൽ ആഡംബരങ്ങളാവാം, എന്നാൽ അതൊരിക്കലും നമ്മുടെ വരുമാനത്തിന്റെ പരിധി കടന്നുകൊണ്ടാകരുത്. നാളത്തെ ആവശ്യങ്ങളെ പൂർണ്ണമായും മറന്നുകൊണ്ട് ഇന്നത്തെ നൈമിഷികമായ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ പോകുമ്പോൾ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ തന്നെ ശോഭനമായ ഭാവിയാണ്. കൂടാതെ നമ്മുടെ കുട്ടികളെയും നമ്മൾ ചെറുപ്പം മുതൽ തന്നെ സാമ്പത്തിക അച്ചടക്കം പഠിപ്പിക്കേണ്ടതുണ്ട്. പണം മരത്തിലല്ല കായ്ക്കുന്നത് എന്നും അത് കഠിനാധ്വാനം ചെയ്താണ് ഉണ്ടാക്കുന്നത് എന്നും അവർ മനസ്സിലാക്കണം. കുട്ടികൾ എന്ത് ചോദിച്ചാലും ഉടനെ അത് വാങ്ങിക്കൊടുക്കുന്നതിനു പകരം പണത്തിന്റെ മൂല്യവും അത് സമ്പാദിക്കേണ്ടതിന്റെ ആവശ്യകതയും അവരെ പറഞ്ഞു മനസ്സിലാക്കുക. ചെറിയ പ്രായം മുതൽ തന്നെ ഒരു കുടുക്കയിലോ മറ്റോ പണം നിക്ഷേപിച്ച് സമ്പാദിക്കാൻ അവരെ ശീലിപ്പിക്കുക. മുതിർന്നാൽ അവർ വലിയ സാമ്പത്തിക പ്രതിസന്ധികളിൽ ചെന്ന് ചാടാതിരിക്കാൻ ഈ ചെറിയ ശീലം അവരെ വലിയ രീതിയിൽ സഹായിക്കും. നമ്മുടെ ശാരീരിക ആരോഗ്യവും സാമ്പത്തിക ഭദ്രതയും തമ്മിൽ വളരെ വലിയ രീതിയിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അത് വളരെ വലിയ രീതിയിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾക്ക് കാരണമാകുന്നു. ഈ മാനസിക സമ്മർദ്ദം പിന്നീട് പലവിധത്തിലുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും നമ്മെ നയിക്കുന്നു. രാത്രിയിൽ സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുക എന്നതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. കഴുത്തറ്റം കടങ്ങളില്ലാതെ ഭാവിയിലേക്ക് കുറച്ചെങ്കിലും സമ്പാദ്യമുണ്ട് എന്നൊരു ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് യാതൊരു ടെൻഷനുമില്ലാതെ സമാധാനത്തോടെ ഉറങ്ങാൻ സാധിക്കും. അമിതമായ ധൂർത്ത് ഒഴിവാക്കുക എന്നത് ജീവിതത്തിലെ ഒരു വിട്ടുവീഴ്ചയല്ല, അതൊരു മുൻകരുതലാണ്. നാളെയുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഇന്ന് നാം എടുക്കുന്ന ഏറ്റവും മികച്ച ഒരു തീരുമാനം. സമ്പത്ത് എന്നത് കേവലം ബാങ്ക് ബാലൻസ് മാത്രമല്ല, അതൊരു സംരക്ഷണ കവചം കൂടിയാണ്. നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും അപ്രതീക്ഷിതമായ ദുരന്തങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും സംരക്ഷിക്കുന്ന ഒരു വലിയ കവചം. വാർദ്ധക്യകാലത്തെക്കുറിച്ചുള്ള ചിന്തയും ഇതിനൊപ്പം തന്നെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. പ്രായമാകുമ്പോൾ നമ്മുടെ അധ്വാനിക്കാനുള്ള ശേഷി കുറയുകയും വൈദ്യസഹായത്തിനുള്ള ചിലവുകൾ കൂടുകയും ചെയ്യും. ആ സമയത്ത് മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടാതെ സ്വതന്ത്രമായി ജീവിക്കാൻ ഇന്ന് നമ്മൾ മാറ്റിവെക്കുന്ന പണം മാത്രമേ നമ്മെ സഹായിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഓരോ തവണ പണം ചിലവാക്കുമ്പോഴും എപ്പോഴും ഓർക്കുക, നാളെയൊരു വലിയ ആവശ്യം വരുമ്പോൾ നമ്മുടെ സ്വന്തം പണം മാത്രമേ നമ്മുടെ കൂടെയുണ്ടാവുകയുള്ളൂ എന്ന്. നമ്മുടെ അധ്വാനത്തിൽ നിന്നുണ്ടാകുന്ന ഓരോ രൂപയ്ക്കും അതിൻ്റേതായ വലിയ വിലയുണ്ട്. അത് ഒരു നിമിഷത്തെ സന്തോഷത്തിനു വേണ്ടിയോ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയോ അനാവശ്യമായി പാഴാക്കിക്കളയാതിരിക്കുക. പ്രതിസന്ധികൾ എപ്പോൾ വേണമെങ്കിലും വരാം, അതിനെ നേരിടാൻ മുൻകൂട്ടി തയ്യാറെടുക്കുക എന്നതാണ് ബുദ്ധി. സമ്പത്ത് സൂക്ഷിച്ചു വെക്കുക. ആപത്തുകാലത്ത് സഹായിക്കാൻ സമ്പത്ത് എപ്പോഴും കൂടെയുണ്ടാകണം. അമിതമായ ധൂർത്തൊഴിവാക്കി സമാധാനത്തോടെ ജീവിക്കാൻ ശീലിക്കുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്.